നമ്മൾ എവിടെ പോവാം? അതെ, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോവാ. ഒറ്റയ്ക്ക് പോവാനൊരു മടി. ചേച്ചിയും കൂടെ വരണം. ഒരു ഫ്രണ്ടിനെ കാണാൻ മടിയോ? അതെന്താ? അതങ്ങനെയാ. വിപിനോടൊന്നും പറയാൻ പറ്റില്ല, പിന്നെ കളിയാക്കാൻ തുടങ്ങും. കളിയാക്കാൻ മാത്രമുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോ അതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ആരാ കക്ഷി? ചുമ്മാ ഒരു ലവ് ട്രാക്കാണോ? അല്ല, അങ്ങനെയാണെങ്കിൽ ചേച്ചിയെ കൊണ്ടുപോവോ? ഇതെന്നെ പ്രൊപ്പോസ് ചെയ്ത ആളാ. ചേച്ചി ആളെ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ കണ്ട അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായതല്ലേ? ഒരിഷ്ടം തോന്നിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് കാലമായിട്ടുള്ള പ്രേമൊന്നുമല്ല. ചേച്ചി എന്തായാലും എന്റെ കൂടെ ഒന്ന് വാ. വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടോ? ഇടയ്ക്കൊക്കെ. പീരീഡ്സ് കൃത്യമായിരുന്നില്ലേ? അതെ. സ്റ്റോപ്പായിട്ട് അത് 22 ദിവസമായി. അതിങ്ങ് തരൂ. എഴുന്നേറ്റുള്ളൂ. ആരാ കൂടെ വന്നത്? ഹസ്ബൻഡ് ഉണ്ട്. വിളിക്കേ. കൺഗ്രാറ്റുലേഷൻസ്, ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ്. ഷീ ഈസ് ക്യാരിയിങ്. ഡോക്ടർ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ്. എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? അത് 1 വർഷമായി. ആഹാ, അപ്പൊ കറക്റ്റ് സമയമാണ്. 1 മാസത്തേക്ക് കൂടി കൂടുതൽ ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് ടോണിക് എഴുതിത്തരാം. ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചോളൂ. അല്പസമയം വെയിറ്റ് ചെയ്യൂ. കൊളസ്ട്രോളിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. ഇതൊരു ഹോസ്പിറ്റലല്ലേ? അത്രയ്ക്ക് വലുതൊന്നുമല്ല. നല്ല ഡോക്ടേഴ്സാ. ചികിത്സയും അതുപോലെ തന്നെ. എനിക്കൊരു ജലദോഷപ്പനി പോലും ഇല്ല. പിന്നെ ഞാനെന്തിനാ ഡോക്ടറെ കാണുന്നത്? അപ്പൊ ഇതുവരെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നത് എന്താ? ഒരാളെ കാണാനല്ലേ നമ്മൾ വന്നത്. ഒരു ചെറുക്കനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവനെ കാണിച്ചു തരാന്നും പറഞ്ഞു. എന്നിട്ട് ആളവിടെ? ഇവിടെ ഡോക്ടറാ. വലിയ ഡിഗ്രി ഒന്നുമില്ല, സാധാ ഫിസിഷ്യനാ. പക്ഷെ കൈപുണ്യം. ഇവിടെ ഡോക്ടറാ. വലിയ ഡിഗ്രി ഒന്നുമില്ല, സാധാ ഫിസിഷ്യനാ. പക്ഷെ കൈപുണ്യം സൂപ്പറാ. എന്താ? നീ പറഞ്ഞതിൽ എന്തോ ഒരു വശപ്പശകുണ്ട്. പ്രായമായൊരു പെങ്കൊച്ചുള്ളതാ എനിക്ക്. തോന്നിവാസമാണെങ്കിൽ ഞാൻ കൂട്ടു നിൽക്കില്ല. ഇത് എന്തോന്നാ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രൊപ്പോസൽ ആണെന്ന്. അയാള് ചേച്ചി ഒന്ന് കണ്ട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. ചേച്ചി വാ, പോ. വീണ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി. ഇത് ഓ അറിയാം, വീണ പറഞ്ഞിരുന്നല്ലോ, സ്വന്തം സുജാത. സ്നേഹപൂർവം പ്രണയപൂർവം സുജാത. ഇതാണോ വീണയുടെ ചെക്കൻ? അങ്ങനെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വീണയ്ക്ക് സുജാത ചേച്ചി വന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? കൊള്ളാവും. ഞാൻ ഒരു കാഴ്ചയിൽ എന്തിരിക്കുന്നു? സ്വഭാവത്തിലല്ലേ കാര്യം. എന്റെ സ്വഭാവം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവൾക്ക് തോന്നണ്ടേ? ഓ, വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ സുജാത ചേച്ചിയും വിളിച്ചോണ്ട് വന്നത്. പ്രേമിച്ച് നടക്കാനൊന്നും നിൽക്കണ്ട. പെട്ടെന്ന് വീട്ടുകാർ തമ്മിൽ ആലോചിക്ക്. എന്നിട്ട് ഞങ്ങൾക്കൊരു നല്ല സദ്യത. അത് ബുദ്ധിമുട്ടാ ചേച്ചി. 2 കാസ്റ്റ് അല്ലേ, പെട്ടെന്ന് കെട്ടിച്ചൊന്നും തരത്തില്ല. കാസ്റ്റിലൊന്നും അല്ല കാര്യം. പരസ്പരം സ്നേഹിക്കാൻ അറിഞ്ഞിരിക്കണം. സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ അറിഞ്ഞിരിക്കണം. വഞ്ചിക്കരുത്. ഒരിക്കലും പരസ്പരം ചതിക്കരുത്. ഇതെങ്ങോട്ടാ?
എങ്ങോട്ടെങ്കിലും. എന്നുവെച്ചാ തൊഴിഞ്ഞു പോയില്ലേ, ഇനി ഏതെങ്കിലും ഒരു കരയിൽ അടുപ്പിച്ചല്ലേ പറ്റൂ. ഞാൻ ഭയപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എനിക്ക് അത്രയ്ക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ചില ലഹരികൾ നമ്മളെ സർവാംഗമെന്ന് മൂടുന്നവയാണ്. അപ്പൊ നമ്മളെക്കുറിച്ചോ ഈ ലോകത്തെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കില്ല. താനത്തരം ഒരു മത്ത് പിടിപ്പിക്കുന്ന ലഹരിയായിരുന്നല്ലോ എനിക്ക്. ആയിരുന്നു എന്നല്ല, ആണ്. ഞാനും എന്റെ ഇഷ്ടങ്ങളെ കയറൂരി വിട്ടതല്ലേ. എനിവേ 1.5 വർഷം ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടും സംഭവിക്കാത്തത് 1.5 മാസം കൊണ്ട് സംഭവിച്ചു. ചിലപ്പോ ചേരേണ്ട ബന്ധങ്ങൾ തമ്മിൽ ചേർന്നതാവും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ആശ്വാസമാവില്ലല്ലോ റൂബി. ഒരു പരിഹാരം കാണണ്ടേ? കാണാം. പരിഹാരമില്ലാത്ത ഒരു കാര്യമില്ലല്ലോ. ഇത് ഒഴിവാക്കാം. അബോർഷൻ? അതെ. അതല്ലാതെ മറ്റെന്ത് പരിഹാരമാണ് ഉള്ളത്? എനിക്ക് ഈ സമൂഹത്തിലെ ചീത്തപ്പേരാവില്ലേ? പ്രകാശേട്ടന് കുടുംബത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? ഒരു ജീവനാണ്. മുള പൊട്ടിയപ്പോൾ തന്നെ കുരുന്നു നുള്ളിയാൽ അച്ഛനെ ശപിക്കില്ലേ അത്? ജീവൻ എടുക്കുന്നതിന്റെ ശാപം എനിക്കായിരിക്കും കൂടുതൽ. എന്റെ മനസ്സിലിത് 2ാമത്തെ കൊലപാതക. ആദ്യത്തേതിന് നിയമപരമായ ശിക്ഷ, 2ാമത് ചെയ്യാൻ പോകുന്നതിന് ദൈവത്തിന് ശിക്ഷ. കൂടുതൽ ചിന്തിച്ചാല് മനസ്സ് കാട് കയറും. നിലനിൽപ്പാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. അതെ, നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം. നമുക്ക് കുഞ്ഞിനെ വേണ്ട. അതിന്റെ വിധി തീരുമാനിക്കപ്പെട്ടു. എങ്ങനെയുണ്ട് സുജാതച്ചി ഡോക്ടർ സേവീസ് കറിയ? കൊള്ളാവോ? കൊള്ളാം. എന്ന് വെച്ചാ കെട്ടി കൂടെ താമസിപ്പിക്കാൻ കൊള്ളാവോന്ന്. നല്ല ചെക്കനാ, പെരുമാറാനൊക്കെ അറിയാം, വളരെ സോഫ്റ്റാ. പക്ഷെ സൂക്ഷിക്കണം. ഏറ്റവും നന്നായി പെരുമാറുന്നവരാ വളരെ സോഫ്റ്റാ. പക്ഷെ സൂക്ഷിക്കണം. ഏറ്റവും നന്നായി പെരുമാറുന്നവരാ ഏറ്റവും വലിയ ചതിയന്മാർ. പുഞ്ചിരിയിൽ ഒരുപാട് വഞ്ചനകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ചേച്ചി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? സേവിച്ചിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? ഇല്ല, അനുഭവം വെച്ച് ചേച്ചി പറഞ്ഞേ ഉള്ളൂ. പുഞ്ചിരിയിൽ ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടായിരുന്നത് പ്രകാശേട്ടനായിരുന്നു. വഞ്ചിച്ചതും അതേപോലെ പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു. അതിപ്പോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും കൂടി ചെയ്തു. എന്താ ചേച്ചി, എന്ത് കണ്ടുന്നാ? വീണ, ഇതെന്റെ കുടുംബകാര്യമാ. പക്ഷെ ഒരാളോടെങ്കിലും എനിക്കിത് തുറന്നു പറയണം. എന്താ ചേച്ചി, എന്നോട് പറ. പറയാൻ പറ്റാത്ത കാര്യാണോ? ആണ്, എന്നാലും പറയാം. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ ഗൈനക്കോളജിസ്റ്റിന്റെ മുറിയിൽ നിന്നും 2 പേര് ഇറങ്ങി വരുന്നത് വീണ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ല, ഞാൻ നോക്കിയില്ല. പക്ഷെ ഞാൻ കണ്ടു. ആരെയാ സുജാതച്ചി? ആ ഇറങ്ങി വന്ന 2 പേരിൽ ഒരാൾ എന്റെ ഭർത്താവ് പ്രകാശനും മറ്റൊരാൾ എന്റെ ജീവിതം കട്ടെടുത്തോണ്ട് പോയവളുമാണ്. അവരെന്തിനാണ് വന്നതെന്ന് അറിയില്ല. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടത് എന്തിനാന്നും അറിയില്ല. മനസ്സ് പല വഴിക്ക് ചിന്തിക്കുന്നു, വൃത്തികെട്ട പല വഴിക്കും. ഞാനിന്ന് അന്വേഷിക്കാം. ഈ ഹോസ്പിറ്റലിലെ ഒരുപാട് സ്റ്റാഫിന് എനിക്ക് പരിചയമുണ്ട്. ഇല്ലെങ്കിൽ സേവിച്ചിനുണ്ടല്ലോ, ഞാൻ അന്വേഷിപ്പിക്കാം അവരെന്തിനാ ഇവിടെ വന്നേന്ന്. എനിക്ക് വ്യക്തവും കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടണം. നിങ്ങളെന്താ ഞങ്ങളെ ചതിക്കായിരുന്നു? ചതി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ എന്ത് ചതിച്ചുന്നാ? മാസാമാസം 10-ാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ വാടക നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ടല്ലോ. ഒരിക്കലും മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് അകത്തേക്ക് പോയി നോക്കിയേ. ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്ന മറ്റൊരു വീടുണ്ടാവില്ല. പിന്നെ കറണ്ട് ചാർജ്, വാട്ടർ ചാർജ് എല്ലാം കൃത്യമായിട്ട് അടക്കുന്നതല്ലേ. ഇതൊക്കെ എല്ലാ വാടകക്കാരും ചെയ്യുന്നതാ. ഞാൻ ചോദിച്ചത് അതല്ല. പ്രകാശനും റൂബിയും ഭാര്യ ഭർത്താക്കന്മാരാണോ? ഞങ്ങളോട് അങ്ങനെയാ പറഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ അറിയണം. നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ബാംഗ്ലൂർ താമസമാണെന്നല്ല ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുജാത ആരാ? റൂബിയുടെ സുഹൃത്താണെന്നല്ല ഞങ്ങളോട് പറഞ്ഞിരുന്നത്.
റൂബി പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തിനായിരുന്നു അത്? നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് ചോദ്യമൊന്നുമില്ല, ഒരൊറ്റ ചോദ്യം. പ്രകാശൻ സാറും റൂബിയും തമ്മിൽ എന്താ ബന്ധം?